വിളിച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് അവർ വിളക്കുന്നത് ലൈറ്റ് ഒക്കെ പിടിച്ച് അവിടെ നിൽക്കും മേക്കപ്പ് എല്ലാ കാര്യത്തിലും മറ്റു യൂണിറ്റുള്ള ആൾക്കാർ നമ്മളാണ് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്നത്. മറ്റുള്ളവർ ഫുൾ ടൈം ജോലി ഉണ്ടാവും. നമ്മുടെ ജോലിക്ക് വേറെ ഒരുപാട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കുട പിടിച്ച് തരാനും വിളക്ക് കത്തിക്കാനും ലൈറ്റ് മാറ്റാനും ഇത് അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഉള്ള പണികൾ മാത്രമല്ല യൂണിറ്റുള്ളവർ ചെയ്യുന്നത്, എല്ലാ പണിയും ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുട പിടിച്ച് തരുന്നതിനും ആളെ മാറ്റാനും പിടിച്ചിറക്കാനും നടത്താനും വെള്ളത്തിലിറങ്ങി നിൽക്കാനും പൊക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആ പഴശ്ശിരാജയിലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന സീനെന്ന് പറഞ്ഞാൽ അത് അവിടെ മുങ്ങിയാൽ അപ്പം പനി പിടിക്കും, എനിക്കും പിടിച്ചു. പക്ഷെ ആ യൂണിറ്റിലുള്ള ഒരു 10-16 പിള്ളേര് ആ ആഴത്തിൽ എന്നെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവരൊക്കെ കുളിച്ചിട്ടുണ്ട്. ആ രാത്രി വെള്ളത്തിൽ കറണ്ടൊക്കെ ഇട്ട് എപ്പോൾ വേണേൽ ഷോക്ക് അടിച്ച് ഞാനും അവരൊക്കെ തട്ടിപ്പോവാം. അത്രത്തോളം ഡേഞ്ചറസ് ആയ അവർ ശരിക്കുള്ള കൂട്ടാനുള്ള വെള്ളമാണത്. അത് ഏകദേശം നമ്മൾ ഒരു അര മൈലോളം നടന്നു പോകണം ഈ ലൈറ്റ് പിടിച്ച് ലൈറ്റ്. അത് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ടോർച്ചും അവർ മുഴുവൻ ലൈറ്റ് ഇവരൊക്കെ എപ്പോഴെത്തുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. ഇവരൊക്കെ വരേണ്ട അവസാനം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരല്ല. അവർക്ക് കൂടുതലായിട്ടൊന്നും ഇതുകൊണ്ട് സിനിമ ഓടിയപ്പോ അവർക്ക് ബോണസ് ഒന്നുമില്ല. പക്ഷെ ഈ ഗൾഫിൽ നിന്ന് ആൾക്കാർ വരുമ്പോ പെട്ടി പൊട്ടിക്കാന്ന് പറഞ്ഞ പോലെ രാവിലെ വരും. നമുക്ക് ചെമ്പ് തുറക്കുന്നുണ്ട്, ഇപ്പൊ ചെമ്പ് തുറക്കും, ദമ്മിപ്പൊ തുറക്കും. വളരെ ഒരു ആവേശം മൂത്താണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കുസൃതികൾ. അല്ല, അതൊരു സന്തോഷമല്ലേ. ഭക്ഷണം ഏറ്റവും നമുക്ക് തൃപ്തിയാവുന്ന മനുഷ്യൻ ഭക്ഷണം കൊടുക്കുമ്പോഴാണ്. പിന്നെ മതിയായെന്നും തൃപ്തിയായി എന്ന് പറയുന്ന ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഉള്ളൂ. പൈസ കൊടുത്ത് തൃപ്തിയാവോ? വയറ് നിറച്ച് ഭക്ഷണം കഴിഞ്ഞാൽ ആ സമയത്തേക്ക് തൃപ്തിയാണ്. അടുത്ത സമയം വെച്ചേക്കുന്നത് വരെ പൈസ കൊടുത്താൽ തൃപ്തിയാവില്ല. 5 കൊടുത്താൽ 5 കൂടെ തരാൻ പറയും, 10 കൊടുത്താൽ 10 കൂടെ തരാൻ പറയും. അത് മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്, ഇതാണ് സ്വഭാവമാണ്. എല്ലാം ഭക്ഷണം മാത്രം മതി പറയുന്നവരെ കൊടുക്കാം അല്ലേ. അടുത്ത 2010-2011 വർഷങ്ങളിലേക്ക് നമുക്ക് കാണുന്ന ഒരു വിഷൻ എന്താണ്? നമുക്കൊരു വിഷൻ എന്താ? ഞാൻ എന്താ രാജ്യതന്ത്രജ്ഞനോ രാഷ്ട്രീയ നേതാവോ ഭരണകർത്താവോ ഭരണാധികാരിയോ ഒന്നുമല്ല. മലയാള സിനിമയിൽ ഇപ്പൊ പറഞ്ഞ പോലെ മലയാളം സിനിമ ഇനിയും കുറച്ച് പ്രേക്ഷകർ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ ഈ മലയാളം നിർത്തിയിട്ട് ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയാൻ തുടങ്ങി. ഇംഗ്ലീഷ് സിനിമ, ഹിന്ദി സിനിമയും തമിഴ് സിനിമയൊക്കെ തുടങ്ങി ഈ മലയാളം സംസാരിക്കാറുണ്ട്. പോലെ പ്രശ്നം കുറച്ചുകൂടെ പ്രേക്ഷകൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ പാലേരി മണിക്കം പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളിൽ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് പ്രേക്ഷകർ കുറഞ്ഞു പോകുന്നത് ശരിയല്ല. അതായത് നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കും. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്താലും നമ്മുടെ ഒരു സിനിമ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സിനിമകൾ പോലത്തെ സിനിമ ഉണ്ടാവും. 1957 ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ഐക്യ കേരളത്തിന്റെ പിറവിയിൽ നാടൊരു പുതിയ ഉണർവിന്റെ ഉത്സവം ആഘോഷിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീപീഡന കൊലപാതകത്തിന്റെ ഇര അതായിരുന്നു പാലേരി മാണിക്യം എന്ന 20-കാരി. ഓൺ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയോണ്ട് ചോദിക്കുകയാണ്, ഈ 3.5 കോടിയിൽ സൂപ്പർ സ്റ്റാർസിന്റെ ഫിലിം നിൽക്കണമെന്ന് പറയുന്നത് അത് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊന്നും അതൊരു നിയന്ത്രണ രേഖയെന്നല്ല. അതിന് കുറച്ച് നിങ്ങൾ നിർത്തുക, അവർ കട്ടാവും. അതിന് കൂടുതൽ ആവശ്യമുള്ള സിനിമയ്ക്ക് നമുക്ക് സംസാരിച്ച് കൂട്ടിവെക്കാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ സിനിമ അതിനേക്കാൾ കുറഞ്ഞു. 45 ദിവസം മുതൽ 42ാമത്തെ ദിവസം ഈ പടം തീരും. ഈ ദ്രോണ ഇവരുടെ ബഡ്ജറ്റിനേക്കാളും താഴെയാണ്. പോസിബിൾ ആണ്. ചട്ടമ്പിനാടിലെ വീരേന്ദ്ര മല്ലയുടെ ലാംഗ്വേജിൽ നമ്മുടെ സൂര്യ ടി വി പ്രേക്ഷകരുടെ ഒരു എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് വിഷ്. എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആത്മസ്കൾ. Thank you so much, Amuga. All the best. Happy New Year. Thank you.